നമസ്കാരം, എല്ലാവർക്കും സാപ്പിയൻസ് PSCയിലേക്ക് സ്വാഗതം. മെയ് 16 നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊഫഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. നമുക്ക് ആ ആൻസറുകൾ ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ പോർച്ചുഗീസ് ശക്തികളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. ഏതാണ് ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടെണ്ണം, ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ഉത്തരം. ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഡി അൽമേഡ എന്നുള്ള പ്രസ്താവന തെറ്റാണ്. അടുത്തത്, ആദ്യ ഭാഷ എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്, ഓപ്ഷൻ ബി ആണ്. അടുത്തത്, പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക എന്നാണ്. എല്ലാം ശരിയാണ്. ഈ കൊടുത്തിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്, ഓപ്ഷൻ ഡി ആണ്. നാലാമത്തെ ചോദ്യം, അക്ബറിന്റെ കൊട്ടാരം സന്ദർശിച്ച ഒന്നാം ജെസ്യൂട്ട് മിഷനിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്, ഓപ്ഷൻ സി ആണ്. അതായത് റുഡോൾഫ് അക്കാവിബയുമുണ്ട്, പിന്നെ ആന്റണി മോൺസെറാറ്റ്. അടുത്തത്, 1946 ഇടക്കാല സർക്കാരിൽ ആരാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല? ഓപ്ഷൻ എ സി രാജഗോപാലാചാരിയാണ് ഇവിടുത്തെ ഉത്തരം. ആറാമത്തെ ചോദ്യം, 1922 ഏകാ പ്രസ്ഥാനം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്, ഓപ്ഷൻ ബി ആണ്, UP. 7, വാർത്താ സ്കീം എന്ന് പറയുന്നത് ആ പദ്ധതി ദേശീയ അടിസ്ഥാന വിദ്യാഭ്യാസത്തെ രൂപീകരിച്ചത് ആര്? നയിം താലിം, ഡോക്ടർ സക്കീർ ഹുസൈൻ, ഓപ്ഷൻ ഡി ആണ്. എട്ടാമത്തത്, പ്രസിദ്ധമായ ഒരു ചരിത്ര ശാസ്ത്രകൃതി ത്വാബഖാത്ത് അൽ ഉമം, അത് എഴുതിയത് ഓപ്ഷൻ സി ഖാദി സ്വഈദ് അൽ അന്തലൂസിയാണ്. 9ാമത്തെ ചോദ്യം, 19ാം നൂറ്റാണ്ടിൽ ജർമ്മനിയുടെ ഏകീകരണത്തിൽ ഒരു പ്രധാന ഘടകമായി കണക്കാക്കിയ സംഭവമാണ്, ഓപ്ഷൻ എ ഫ്രാങ്കോ പേർഷ്യൻ യുദ്ധം. 10, പാരീസ് കമ്മ്യൂൺ സ്ഥാപിതമായത് 1871 അടുത്ത ചോദ്യം, ഭൂമിയുടെ ആന്തരിക കാമ്പിൽ അടങ്ങിയിരിക്കുന്നത് 11ാമത്തെ ചോദ്യം, ഓപ്ഷൻ സി നിഫയാണ്. 12ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ആഗോള താപനത്തിന് കാരണം? ഓപ്ഷൻ എ മീഥൈൻ ആണ്. 13, ഒരു ഭൂപ്രകൃതി ഭൂപടത്തിൽ റിലീഫ് സവിശേഷതകളെ പ്രതിനിധീകരിക്കുന്നത്? ഓപ്ഷൻ ഡി കോണ്ടൂർ ആണ്. 14, കിഴക്കു റെയിൽവേയുടെ ആസ്ഥാനം? ഓപ്ഷൻ എ ഗുവാഹത്തിയാണ്. ഓപ്ഷൻ ആൻസർ കീ പ്രൊവിഷണലിൽ കൊടുത്തിരിക്കുന്നത് ഗുവാഹത്തിയാണ്. എന്തായാലും അതിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഗുവാഹത്തിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈലന്റ് വാലിയിലെ സംരക്ഷിത ഇനമാണ് സിംഹവാലൻ കുരങ്ങ്, ഓപ്ഷൻ എ, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആത്മനിർഭർ ഭാരത് ഈ പറഞ്ഞവയെല്ലാം ലക്ഷ്യമിടുന്നുണ്ട്. 17ാമത്തെ ചോദ്യം, ഏറ്റവും ഉയർന്ന ദ്രവ്യതയുള്ള പണ സ്റ്റോക്ക് അളവ്? ഓപ്ഷൻ എ M1 ആണ്. പലിശ അടയ്ക്കുന്നതിനേക്കാൾ ധനക്കമ്മി കൂടുതലാകുന്നതിനെ പ്രാഥമിക കമ്മി എന്ന് വിളിക്കുന്നു. 18 ചോദ്യങ്ങളായിട്ടുണ്ട്. 19, മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ള 2ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് ഖനവ്യവസായങ്ങളുടെ വളർച്ചയിലായിരിക്കണം, ഓപ്ഷൻ സി ആണ്. 20, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഏതാണ് പ്രസ്താവന ശരി? എ, ബി, ഇത് രണ്ടുമാണ്, ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയുമാണ്. ശരിയല്ലാത്തത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അവർ പ്രൊവിഷണലായിട്ട് കൊടുത്തിരിക്കുന്നത്. 21, നിയമനിർമ്മാണ ഉദ്ദേശത്തിന്റെ പ്രവർത്തന നയമായി മാറ്റുന്നതിൽ എക്സിക്യൂട്ടീവിന്റെ പ്രാധാന്യം എന്ത്? നയനിർവഹണം, ഓപ്ഷൻ ബി ആണ്, ശ്രദ്ധിക്കണം, ഓപ്ഷൻ ബി ആണ് നയനിർവഹണം. വിവരാവകാശ ചട്ടക്കൂടിന്റെ ഏത് സവിശേഷതയാണ് പൊതു അധികാരികളുടെ പൗരമേൽനോട്ടത്തെ ശക്തിപ്പെടുത്തുന്നത്? ഓപ്ഷൻ എ ആണ്, പ്രധാന വിവരങ്ങളുടെ നിർബന്ധിത മുൻകരുതൽ എന്ന് വെളിപ്പെടുത്തൽ. അപ്പോൾ അത് ക്ലിയർ ആണ്. 23ാമത്തത്, അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഉടമ്പടികൾ പാലിക്കുന്നുണ്ടോ എന്ന് പ്രധാനമായും നിരീക്ഷിക്കുന്ന മനുഷ്യാവകാശ സംഘടന? ഓപ്ഷൻ ഡി ഐക്യരാഷ്ട്ര സഭ മനുഷ്യാവകാശ കൗൺസിലാണ്. 24, ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ പ്രധാനമായും ഏത് വിപണി പരാജയം പരിഹരിക്കാൻ ലക്ഷ്യമിടുന്നു? ഓപ്ഷൻ സി വിവര അസമമിതി. ഓക്കെ, എന്തായാലും 25, മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം നിർണായകമായിരിക്കുന്നത് എന്തുകൊണ്ട്? ഇത് എക്സിക്യൂട്ടീവ് ഇടപെടലിനെ തടയുന്നു, ഓപ്ഷൻ ബി ആണ്. 26, 2026-27 കേരള സംസ്ഥാന ബജറ്റ് 2025 നവംബർ മുതൽ ഏത് ഭരണസമിതിക്കാണ് പ്രതിമാസം 1000 രൂപ ഗ്രാന്റ് നടപ്പാക്കിയത്? ഓപ്ഷൻ ബി കുടുംബശ്രീ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. കേട്ടോ. 27, 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൈൻസ് സെക്രട്ടറിയായി നിയമിച്ചത്? ഓപ്ഷൻ ബി പീയൂഷ് ഗോയലാണ്. 27 ചോദ്യങ്ങളായി. പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമാണ് ഇത്, ഞാൻ കണ്ടെത്തിയ ഉത്തരങ്ങളല്ല. 28ാമത്തത്, ICC ഹാൾ ഓഫ് ഫെയിമിൽ 2025 ജൂണിൽ ഉൾപ്പെട്ടത് മഹേന്ദ്ര സിംഗ് ധോണിയാണ്. 16ാം ധനകാര്യ കമ്മീഷനെ കുറിച്ച് ഈ പറഞ്ഞിരിക്കുന്ന 2 പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളത് ഓർക്കുക. പിന്നെ മുസിരിസ്, ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്കും വന്നിരുന്നു അല്ലേ? റോമൻ ഗ്രീക്ക് സംസ്കാരങ്ങളുമായി വിപുല സമുദ്ര വ്യാപാരത്തിന് പേര് കേട്ട
പുരാവസ്തു പൈതൃക പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു പുരാതന തുറമുഖ നഗരമാണ് മുസിരിസ്. അടുത്തത്, ഏറ്റവും കൂടുതൽ തവണ മികച്ച ചലച്ചിത്ര ഗാന രചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് നേടിയത് ONV കുറുപ്പാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ആരംഭിച്ച ബക്രാനങ്കൽ അണക്കെട്ടിന്റെ ശില്പി കുൻവർ സെൻ ഗുപ്തയാണ്. അപ്പോൾ 32 ചോദ്യമായി. 33ാമത്തെ ചോദ്യം, ബാസ്കറ്റ് ബോളുകളിൽ ഷൂട്ടിംഗ് എന്നത് ഒരു കഴിവാണ്. ടെന്നീസിൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ ലിയാൻഡർ പേസ് ആണ്. കേരള കായിക ദിനം ഒക്ടോബർ 13 ഓപ്ഷൻ എ. CV രാമൻപിള്ളയെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ 1ഉം 2ഉം ശരിയാണ്. അങ്ങനെയാണ് ഉത്തരം കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, 37ാമത്തത് 1ഉം 2ഉം ശരിയാണ്. കോവിലൻ VV അയ്യപ്പനാണ് അല്ലേ, നമുക്കറിയാം. EJ ഫിലിപ്പ് അല്ല. അപ്പോൾ അത് 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ എ ആണ്. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് മുതുകുളം രാഘവൻ പിള്ള. 38. അടുത്തത് 39. ഇനി പറയുന്നവയിൽ ഏതാണ് ഒരു ഗുഹാക്ഷേത്രം? കല്ലിൽ ക്ഷേത്രമാണ്. അടുത്തത്, ബിരുദ വിദ്യാഭ്യാസം നേടി ദളിത് വനിത ദാക്ഷായണി വേലായുധൻ. അത് എളുപ്പമുള്ളതായിരുന്നു. IT ഭാഗത്തേക്ക് വരുമ്പോൾ ഓപ്ഷൻ ബി ആണ്. മാച്ച് ദ ഫോളോവിങ്. ഇവിടെ 41. ഓപ്ഷൻ ബി ആണ്. ബി എന്ന് പറയുമ്പോൾ A2 എന്ന് പറയുമ്പോൾ DRAM പ്രധാന മെമ്മറിയാണ്. A2, അതായത് DRAM പ്രധാന മെമ്മറിയാണ്. B1 ആണ്. SRAM ക്യാഷെ മെമ്മറിയാണ്. SRAM ക്യാഷെ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? SRAM ക്യാഷെ മെമ്മറിയെ ആക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ അടുത്ത് ബയോസ് എന്താണ്? C3 ആണ്. C3 എന്ന് പറഞ്ഞാൽ റോമിൽ സ്ഥിരമായി സൂക്ഷിച്ചു വെക്കുന്ന, റോമിനുള്ളിലാണ് ബയോസ്. രജിസ്റ്ററുകൾ CPU-ന്റെ പ്രവർത്തന മെമ്മറിയാണ്. പിന്നെന്താണ്? ഗേറ്റ് വേ ആണ്. വ്യത്യസ്ത പ്രോട്ടോക്കോളുകളുള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. പിന്നെ ഫിഷിംഗ് ആണ്. ഈ സൈബർ ക്രൈമായ ഫിഷിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്തത്, മൾട്ടി ടാസ്കിങ്. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മൾട്ടി ടാസ്കിങ് പ്രധാനമായും നേടിയെടുക്കുന്നത് പ്രോസസ് ഷെഡ്യൂളിംഗ് വഴിയാണ്. 45. ഇവർ കൊടുത്തിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിവിടെ 1ഉം 2ഉം ശരിയെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അല്ല, സോറി, 2ഉം 3ഉം ഒക്കെയാണ് ഞാൻ ശരിയെന്ന് വിചാരിച്ചിരിക്കുന്നത്. 1ഉം 2ഉം ശരിയെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ പ്രൊവിഷനിൽ വന്നപ്പോൾ 1ഉം 2ഉം 3ഉം ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്തായാലും 46ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 46ാമത്തെ ചോദ്യം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ശാസ്ത്രം ഒരു ചലനാത്മക പ്രക്രിയയാണെന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നത്. പുതിയ കണ്ടെത്തലുകൾക്ക് നിലവിലുള്ളവ വിശദീകരണം പരിഷ്കരിക്കാൻ കഴിയും. സ്റ്റിപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇത് 1ഉം 2ഉം മാത്രമാണ്. പിന്നെ 48 2ഉം 3ഉം ഓപ്ഷൻ ബി ആണ്. 49 ഓപ്ഷൻ സി ആണ്. 50 ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം. 50 ചോദ്യം GK-യുടെ ഭാഗത്തു നിന്നുള്ള പൂർത്തിയായി. 51 മാത്സ് തൊട്ട് തുടങ്ങുകയാണ്. 51 ഓപ്ഷൻ ഡി 7 ആണ്. ചോദ്യം വായിച്ചിട്ട് കാര്യമില്ല, കാരണം ഇത് ചെയ്യേണ്ടതാണ് അല്ലേ. 52 ഓപ്ഷൻ സി 2/5. 53 ഓപ്ഷൻ എ 33%. 54 ഓപ്ഷൻ ബി 10%. 55 ബി 30. 56 ബി 132. 57 എ 2πRH + 4πr². 58 ഓപ്ഷൻ ഡി 10. 59 ഓപ്ഷൻ സി 80 km/h. 60 ഓപ്ഷൻ എ AB. 61 ഓപ്ഷൻ സി ST. 62 ഓപ്ഷൻ ബി എയിൽ. 63 ഓപ്ഷൻ ബി ഊർജം. 64 ഓപ്ഷൻ ഡി കിലോബൈറ്റ് ആണ്. 65 ഓപ്ഷൻ ബി 40 ആണ്. 66 ചെറുമകൻ. ഇതിനകത്തൊക്കെ എനിക്ക് ചെറിയ എതിർപ്പുകളുണ്ട്, കാരണം ഇവിടെ ചെറുമകളാണോ എന്നുള്ള കാര്യത്തിൽ. ഓക്കെ, എന്തായാലും പോട്ടെ. 67 ഓപ്ഷൻ എ തെക്കാണ്. 68 ഓപ്ഷൻ ബി ഞായറാഴ്ചയാണ്. 69 ഡി 6 ആണ്. 70 ഓപ്ഷൻ ഡി 166 ആണ്. 71 ഓപ്ഷൻ ബി ഇമ്പറേറ്റീവ്. 72 ഓപ്ഷൻ എ. ഓപ്ഷൻ 73 ഓപ്ഷൻ സി ഈസ്. 74 ഓപ്ഷൻ ബി ഡിഡിന്റ് ദേ. 75 ഓപ്ഷൻ സി ദ ഓഫീസർ അവോയ്ഡഡ് ആൻസറിങ് ദ ക്വയറി ഡയറക്ട്ലി. 76 ഓപ്ഷൻ എ വെന്റ്. 77 സി വുഡ്. 78 ബി അറ്റ്. 79 എ പോസിറ്റീവ്. 80 ഡി ദാന്. 81 ബി ഡെലിബറേറ്റ്. 82 ബി പ്രൈഡ്. 83 എ ഹാൻഡിൻ. 84 സി ഹാർഡ് വർക്കിംഗ്. 85 സി ഡിസ്. 86 എ ഇൻജീനിയസ്. 87 ബി ടു അണ്ടർടേക്ക് എ റിസ്കി ടാസ്ക് ഫോർ ദ കോമൺ ഗുഡ്. 88 യുനെസ്കോ ഫുൾ ഫോം. ഓപ്ഷൻ എ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. 89 വൺ ഹു വാക്സ് ഇൻ സ്ലീപ്പ്. ഓപ്ഷൻ ബി സോമനാംബുലിസ്റ്റ്. 90 വോക്സ് പോപ്പുലെ. ഓപ്ഷൻ ബി വോയിസ് ഓഫ് പീപ്പിൾ. 91 നീരദം
വെള്ള നിറമുള്ളത്, വെള്ളമില്ലാത്തത് വെള്ളി. ഓപ്ഷൻ ഡി ആണ്. 92 ശരിയായിട്ടുള്ളത്. ഒരു ദശാബ്ദമായി തുടരുന്നു ഈ സമ്പ്രദായം. 93 വാർഷിക പൊതുയോഗത്തിന് നിങ്ങളെ ക്ഷണിക്കുന്നു. ഓപ്ഷൻ ഡി. അലംഘനീയം ഓപ്ഷൻ എ, ലംഘിക്കാനാകാത്ത. 95 ഓപ്ഷൻ സി, മുതലക്കുഞ്ഞിനെ നീന്തൽ പഠിപ്പിക്കേണ്ട. 96 ആഖ്യാന ഭേദം. ഓപ്ഷൻ ബി, ആഖ്യാനത്തിന്റെ ഭേദം. 97 അമ്പ് എന്ന വാക്കിന്റെ സമാനാർത്ഥം ഉൾക്കൊള്ളാത്തത്. ഓപ്ഷൻ ഡി, തുണിരമാണ്. 98 മരത്തെ പിരിച്ചെഴുതും. ഓപ്ഷൻ എ, മരം പ്ലസ് എ ആണ്. 99 ഓപ്ഷൻ സി, 3ഉം 4ഉം ശരി. വഞ്ചകൻ, വഞ്ചകി, യശ്വസി, യശ്വസിനി ശരിയാണ്. 100 ഓപ്ഷൻ സി, അധ്യാപകരാണ് കൂട്ടത്തിൽ ചേരാത്തത്. അപ്പം ഇത്രയായപ്പോൾ എന്തായി? അത് പൂർത്തിയായി. പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. എത്ര മാർക്കുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് അവിടെ വിലയിരുത്താം. കട്ട് ഓഫ് പ്രഡിക്ഷനൊന്നും നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കട്ട് ഓഫ് പ്രഡിക്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു തർക്കത്തിനൊന്നും കാരണമാകും തോന്നുന്നു. എന്നിരുന്നാലും 35-ന് മുകളിലോട്ട് മാർക്ക് കിട്ടിയവരൊക്കെ ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ ടോപ്പിക്ക് വെച്ച് പഠിത്തം ബുദ്ധിപൂർവ്വം ആരംഭിക്കാമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എന്തായാലും ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.